ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംഷൻ പള്ളിയിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി. അരമണിക്കൂറോളം പ്രധാനമന്ത്രി ദേവാലയത്തിൽ ചിലവിട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഈ പള്ളിയിലേക്ക് വരുമ്പോഴാണെന്ന് തോന്നുന്നു വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചില പ്രതിഷേധം, അവരെ തടഞ്ഞു നിർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രതിഷേധമുണ്ടായത്. ഏതായാലും അദ്ദേഹം സന്ദർശനമൊക്കെ പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ടല്ലേ? അനുജ, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേവാലയ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുകയാണ്. രാവിലെ 8:30യോടെയാണ് അദ്ദേഹം ഡൽഹിയിലെ ഈ CSIയുടെ ആസ്ഥാനം കൂടിയായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് വിശ്വാസികൾ ഉൾപ്പെടെ പിന്നീട് 8 മണിക്ക് ശേഷം എത്തിയ വിശ്വാസികളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യവും അവരുടെ പ്രതിഷേധമടക്കമുള്ളവ ഉണ്ടായത്. എന്തായാലും പ്രധാനമന്ത്രി ഈ ദേവാലയത്തിലേക്ക് എത്തുമ്പോൾ ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതിനുശേഷം അകത്തേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. അദ്ദേഹത്തിന് ഒരു ബൈബിൾ ബിഷപ്പ് സമ്മാനിക്കുകയും പ്രധാനമന്ത്രി ആ ബൈബിൾ ചുംബിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും ഈ ഒരു ദേവാലയത്തിൽ നടന്നു. അരമണിക്കൂറോളം ഈ കൊയർ ഗാനങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി ശ്രവിച്ചു. അരമണിക്കൂറോളം ചെലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങൾ, ഒപ്പം തന്നെ കേരളം അടക്കമുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.